നമ്മൾ നേരത്തെ കുറച്ച് ബോഡി എടുത്തത് കണ്ടു. ഞാൻ അതിൻ്റെ മരവിപ്പിൽ നിൽക്കുകയാണ്. ഏകദേശം ഞാൻ വന്നതിന് ശേഷം 3 ബോഡി ഇവിടെ നിന്നും കണ്ടെടുത്തു. ഇപ്പോൾ ഇവിടെ ഒരു MSDP ഗവൺമെൻറ് LP സ്കൂൾ 2012-17 ബഡ്ജറ്റിലുള്ള ഒരു LP സ്കൂൾ കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആ സ്കൂളും പൂർണ്ണമായി അതിൻ്റെ താഴ്വാരമൊക്കെ തകർന്നു കിടക്കുന്ന കാഴ്ചയാണ്. നമ്മളിനി പോകാൻ പോകുന്നത് ഇവിടെ ഒരു ഉസ്താദിനെ നമുക്ക് നഷ്ടമായി എന്ന് പറഞ്ഞു. ഉസ്താദിൻ്റെ ഉസ്താദാണ് മരിച്ചത് എന്ന് സംബന്ധിച്ച ഈ ദുരന്തമുണ്ടായ ആദ്യ ദിവസം കുറച്ച് അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഉസ്താദാണ് എന്നുമല്ല എന്നുമൊക്കെ ആളുകൾ പറഞ്ഞു. ആ പള്ളി ഉസ്താദ് പ്രവർത്തിച്ചിരുന്ന പള്ളിയാണ്. ആ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ പള്ളിയിലെ അവിടുത്തെ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന ഉസ്താദ് മരണപ്പെട്ടു എന്ന് നമ്മളോട് ഇവിടുത്തെ ഫയർ ഉദ്യോഗസ്ഥൻ അവരുടെ ബോഡി കണ്ടെടുത്തതായും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ നമ്മളോട് വിവരിക്കുകയുണ്ടായി. നമ്മൾ ആ പള്ളിയിലേക്കാണ് ഇനി പോകുന്നത്. ഈ ഉരുൾപൊട്ടിയ പ്രഭവ കേന്ദ്രത്തിൻ്റെ ഏകദേശം 1-2 കിലോമീറ്ററുകൾ മാത്രം മാറി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത്രയും ഉയരത്തിൽ അഥവാ വെള്ളം ഒഴുകിയെടുത്തു നിന്നും ഒരു 200 മീറ്ററോ അടിയോ ഒക്കെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു പള്ളി. ആ പള്ളി പൂർണ്ണമായിട്ടും നിലം പൊത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പള്ളിക്കകത്തെ ഭിത്തികളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു കാഴ്ച. കല്ലും മണ്ണും ചെളിയും നിറഞ്ഞ് ഇത് വളരെ വലിയ കേടുപാടുകൾ സംഭവിച്ചൊരവസ്ഥ. ഈ പള്ളിയിലെ ഒരു ഉസ്താദ്, ഈ പള്ളിയിലെ ഇമാം ഒരു ഫൈസി മരണപ്പെട്ടു എന്ന് കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തകളിലൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു അഭ്യൂഹം പറഞ്ഞിരുന്നു. എന്നാൽ അത് ഈ പള്ളിയിൽ ഉസ്താദല്ല എന്ന ഒരു സ്ഥിരീകരണവും പിന്നീട് വരികയുണ്ടായി. എന്നാൽ ഈ പള്ളിയിൽ ഈ മുഅദ്ദിനെ കിട്ടിയെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇന്ന് രാവിലെ നമ്മളോട് പറയുന്നു. പക്ഷേ ആ ഉസ്താദ് ഇമാം എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ആർക്കും വ്യക്തതയില്ല. ഈ പള്ളിയുടെ ഈ ഒരു ഭാഗത്ത് മറ്റൊരു കെട്ടിടവും കാര്യങ്ങളുമൊക്കെ നിലനിന്നിരുന്നു. പക്ഷേ നമുക്കിവിടേക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല. കാരണം ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ജനവാസ ഏരിയയിൽ ഏതെങ്കിലും ഒരു ചതുപ്പ് നിലയത്തിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ കിണറാണോ ആഴത്തിലുള്ള മറ്റു കുഴികളുണ്ടോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല. നമ്മൾ ജനവാസ മേഖലയല്ലാത്ത സ്ഥലത്ത് പോലും അടിഞ്ഞുകൂടിയ ചളിയിൽ നമ്മൾ നിൽക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ തന്നെ നിൽക്കുന്നത് ഈ ചളിയിലെ അത്രയും ഭീമാകാരമായിട്ടുള്ള ചളി ഒഴുകി വന്ന ഒരവസ്ഥയിലാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെ ഇവിടേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ മുട്ടോളം ചളിയിലേക്ക് നമ്മൾ പോകും. ഇനി ഏതെങ്കിലും ജനവാസ കേന്ദ്രത്തിലുള്ള കിണറോ മറ്റോ ഒക്കെ ആണെങ്കിൽ ആഴ്ന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. കഴിഞ്ഞ ദിവസം നമ്മളൊരു രക്ഷാ സൈനികൻ തന്നെ ചളിയിൽ കുടുങ്ങിയൊരു ദൃശ്യം നമ്മൾ പകർത്തി നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആളുകൾ കൂട്ടത്തോടു കൂടി പോകുന്ന ചില ഏരിയകളുണ്ട്. ആ ഏരിയകളിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പള്ളിയുടെ മുറ്റത്ത് നിന്നാണ്, പള്ളിയുടെ വരാന്തയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. പള്ളിക്കകത്ത് നമുക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മളിവിടെ ഏറ്റവും ഒരു ദുഃഖവാർത്ത അതോടൊപ്പം തന്നെ കണ്ടെത്താൻ പറ്റി എന്നതിൽ ഒരു സന്തോഷം കൂടി നമുക്ക് പങ്കുവെക്കാൻ പറ്റും. കാരണം ആ ഒരു ഉസ്താദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഈ പള്ളിയിലെ ഇമാം നേരത്തെ നമ്മളത് കിട്ടിയില്ല എന്നായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ രാവിലെ 10 മണിയോടുകൂടി ഉസ്താദിൻ്റെ റൂമിൽ മരിച്ച് കിടക്കുന്നതായിട്ട് കാണുകയുണ്ടായി. പള്ളിയുടെ തന്നെ റൂമിൽ മരിച്ച് കിടക്കുന്നതായാണ് കണ്ടത്. ഉസ്താദിനെ ആംബുലൻസിൽ കൊണ്ടുപോയ വിക്കായുടെ സന്നദ്ധ പ്രവർത്തകൻ, പരപ്പനങ്ങാടിയിൽ നിന്നുള്ള വിക്കായ പ്രവർത്തകൻ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എത്ര മണിക്കാണ് നിങ്ങളിത് കൊണ്ടുപോകുന്നത്? ഏകദേശം ഒരു 10:30 ഇവിടെ വീട് വന്നിരുന്നു. മറ്റേ ഒരു മയ്യത്ത് വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഉസ്താദിനെ മയ്യത്ത് വന്നിരുന്നു. ഉടനെ 8 ഞങ്ങൾ 2 പേരും മയ്യത്ത് വാങ്ങിയിട്ട് നേരെ ആംബുലൻസിൽ വിളിച്ചു അതൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ശേഷം ഉറപ്പായിട്ടില്ല ഉസ്താദാണെന്നുള്ളത്. പക്ഷെ അവിടുന്ന് നേരെ പോയി ഹോസ്പിറ്റലിൽ ബന്ധുക്കളുടെ വിഷയം പറഞ്ഞു. ബന്ധുക്കളല്ല, അവിടെ നാട്ടുകാർ, ഇവിടെയുള്ള ആളുകളുടെ വിഷയം അങ്ങനെയാണ്. ഒരു കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ഇവിടെ വിഷയം പറഞ്ഞപ്പോൾ ഒരു ഏകദേശം ഉറപ്പാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ നമ്മുടെ ഉസ്താദന്മാരെ വിഷയം അറിയിച്ചു. നമ്മളെ വിക്കായ വിളിച്ചു ഉസ്താദാണെന്ന് ഉറപ്പിച്ചു. നേരെ തിരിച്ചു. ഏതവസ്ഥയിലായിരുന്നു ഉസ്താദിനെ കണ്ടത് എന്നത്? ഉസ്താദ് ഇവിടെ ഞങ്ങൾ അറിഞ്ഞ ഉസ്താദ് റൂമിൽ കിടക്കാന്നുള്ളത്. അങ്ങനെ നമുക്ക് കണ്ടില്ല, നമ്മൾ അറിഞ്ഞ അങ്ങനെയാണ് ഉസ്താദ് ചളി കിടക്കാന്നുള്ളത് അറിഞ്ഞത്. അത് നേരെ അവിടെ നിന്ന് വിളി വന്നപ്പോൾ നേരെ ഓടി വന്നു മയ്യത്ത് വാങ്ങി നേരെ ഞങ്ങളെ കൊണ്ടുപോകാണ്ട് ഇവരെ കൊണ്ടുപോകും. ബോഡിന് പരിക്കും കാര്യമൊന്നുമില്ല, നല്ല ബോഡിയാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഉറങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരിക്കണം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നമ്മുടെ കൂടെ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ആളാണോ? വെള്ളമുണ്ട് ഈ ഭാഗം അതിൽപ്പെടുന്നതാണ്, ആ ഡിവിഷനിൽ വരുന്നത്. ഞാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഓക്കെ. ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ തന്നെ സജീവമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒട്ടേറെ ദുഃഖവാർത്തകളാണ് ഓരോ നിമിഷവും ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വലിയ ഒരു ദുരന്തമുഖത്ത്
അതുപോലെ നിങ്ങളിപ്പം സംസാരിച്ചല്ലോ, ഈ നമ്മൾ ഈ താങ്കളെപ്പോലുള്ള യുവ ജനപ്രതിനിധികളൊക്കെ ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കലക്ടറുടെയും ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ മുൻപിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യം, ഒന്ന് വയനാടിനുണ്ടാകുന്ന അപര്യാപ്തതകളുണ്ട്. ഇനിയും ഒരു പക്ഷേ സമാന സാധ്യതകൾ നിലനിൽക്കുന്ന നിരവധി പ്രകൃതി ലോല പ്രദേശങ്ങൾ ഈ വയനാട്ടിൽ നിലനിൽക്കുകയാണ്. ഇത്തരമൊരു വിഷയത്തിൽ താങ്കൾ ജനതാദളിനെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിനിധിയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്. ഇത്തരമൊരു വിഷയത്തിൽ ഇനിയും ഒരു ദുരന്തം വരുന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിനപ്പുറത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇന്നും വയനാട്ടിൽ നിലനിൽക്കുകയാണ്. ഇത്തരം പ്രകൃതിലോലമായ പ്രദേശങ്ങളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ ഒരു പഠനമോ അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ എന്താണ്? നിങ്ങൾ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു അവസരത്തിൽ താങ്കൾ ഇതിനെക്കുറിച്ച് ബോധവാനായിട്ടുണ്ടോ? ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വയനാടിൻ്റെ പശ്ചാത്തലം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, മുമ്പ് നമ്മുടെ ആർ കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ളൊരു നിയമപരിഷ്കരണ കമ്മീഷൻ ഒരു നിർദ്ദേശം വെച്ചിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഭൂവിനിയോഗം, കേരളത്തിൻ്റെ ഒരു നീളമെന്ന് പറയുന്ന 500-600 കിലോമീറ്ററുള്ള വലിയൊരു ചെറിയൊരു പ്രദേശമാണ്. അത് പശ്ചിമഘട്ടത്തിലെ വലിയ ദുരുപയോഗം സത്യത്തിൽ പരിസ്ഥിതിക്ക് വലിയ കോട്ടം തട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഭൂവിനിയോഗം എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്. കേരളത്തിൻ്റെ ഭൂമിയെ നമ്മൾ റെസിഡൻഷ്യൽ, അതേപോലെ കൊമേഴ്സ്യൽ, അതുപോലെ കൃഷി എന്നിങ്ങനെ വേർതിരിച്ചുകൊണ്ട് റെസിഡൻഷ്യൽ ഏരിയ, ഒരു പ്രത്യേക ഏരിയ, അത് ജനങ്ങളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്തുള്ള ഒരു ഏരിയയായി തിരിച്ചുകൊണ്ട് അവരെ നമ്മൾ ദീർഘകാലാടിസ്ഥാനത്തിലും ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ വെച്ച് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് സത്യത്തിൽ ഈ ഏരിയയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന് നാളെ എന്ന് എപ്പോഴും ഒരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷിത ബോധമുള്ള അല്ലെങ്കിൽ സുരക്ഷിതത്വമുള്ള ഇടങ്ങളിലേക്ക് റെസിഡൻഷ്യൽ ഏരിയ മാറ്റേണ്ടതുണ്ട്. ഇപ്പം വയനാടിനെ സംബന്ധിച്ച് ജനസാന്ദ്രത കൂടി വരികയാണ്. ഇതൊക്കെ ഭാവിയിൽ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വളരെ വ്യക്തമാണ്. ഏതായിരുന്നാലും ആ രീതിയിലേക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ക്യാമറമാന് ഒരു വൈറ്റ് കാർഡ് പ്രവർത്തകൻ കുട അല്പസമയമായി പിടിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം സംസാരിക്കുന്ന സമയം 12:45 ഇപ്പോൾ ഇന്ന് രാവിലെ ഇതുവരെ മഴയുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് മുൻപ് നല്ല മഴ ഇവിടെ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മൾ കൂടുതൽ ദൃശ്യങ്ങൾക്ക് വേണ്ടി മുകളിലേക്ക് തന്നെ കയറിക്കൊണ്ടിരിക്കുകയാണ്.